കരിമ്പുഴ പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ 5 ലക്ഷം രൂപ ചിലവഴിച്ച് 5 ഗ്രൂപ്പുകളായി 20ഓളം കലാകാരന്മാർക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. തിറ, പറ കലാകാരന്മാർക്കാണ് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. സാധാരണയായി ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ആണ് ഉപകരണങ്ങൾ വിതരണം ചെയ്യാറുള്ളത്. പഞ്ചായത്തിന് നടപ്പിലാക്കാൻ സാധ്യമാകില്ല എന്നായിരുന്നു സ്ഥിതി. എന്നാൽ ഇച്ഛാശക്തിയുണ്ടെങ്കിൽ ഏത് പദ്ധതികളും ഗ്രാമപഞ്ചായത്തിന് നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചൊന്ന് ആലോചിച്ചപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ് ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്താണ് കൊടുക്കുക. അപ്പൊ ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൊടുക്കുന്നത് ആകെ ഒരു ഗ്രൂപ്പിലെ ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ കഴിയൂ. അപ്പൊ അതിനെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫസ്റ്റ് തന്നെ DPCക്ക് ഒരു 8 ലക്ഷം രൂപ നീക്കി വെച്ച് ഇത് അയച്ചപ്പോൾ അത് അയച്ച അതേ സ്പീഡിൽ അത് തിരിച്ചു വന്നു, കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അങ്ങ് തിരുവനന്തപുരം വരെ പോകേണ്ടി വന്നു. അവിടെ CCക്ക് അയച്ച് ഞാൻ പറഞ്ഞു, ഇവിടെ ഏറ്റവും വലിയ 2 ക്ഷേത്രങ്ങളുള്ളത്, ഒന്ന് പരിയാനംപറ്റയും അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കരിമ്പുഴയിലെ തിരുവളയനാട് കാവുമാണ്. അവിടെ ഏറ്റവും പ്രശസ്തമായ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആനകളും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നടക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല തിറ, പറ കലാകാരന്മാർ, ഈ കലാകാരന്മാർ അന്യം നിന്ന് പോവുകയാണ്. കാരണം ഇത് വേണ്ടത്ര ലഭ്യമാകുന്നില്ല. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇത് അന്യം നിന്ന് പോകുന്നതാണ്. മാത്രമല്ല ഞങ്ങളുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ മനോഹരമായി കളിക്കുന്ന കലാകാരന്മാരുണ്ട്. അതുകൊണ്ട് ഈ സംഭവം ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയേ പറ്റൂ എന്ന് അസന്നിഗ്ധമായിട്ട് തിരുവനന്തപുരത്ത് പോയി CCയോട് അഭ്യർത്ഥിച്ചു. സമീറ സലീം അധ്യക്ഷയായി. ചാമി C, വിജിത C, നിഷാരാമൻ എന്നിവർ സംസാരിച്ചു. തിറ കലാപ്രകടനത്തോടെയാണ് പരിപാടികൾ അവസാനിച്ചത്.